ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലിയിലെ വിന്റർ എക്സ്പെഡിഷൻ 4x4 യാത്രയിൽ പങ്കെടുത്ത് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി നാടിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് മലപ്പുറം കൽപ്പകഞ്ചേരി സ്വദേശി കരിമ്പനക്കൽ ഷമീം മർഷാദ്. ഷമീമിനെ തിരൂർ പവൻ ഗോൾഡ് ആദരിച്ചു. ഇവിടുന്ന് ഹിമാചൽ പ്രദേശിലെ സ്പിതി വാലിയിലേക്ക് ഇപ്പോ ഒരു വാഹനം കണ്ടില്ലേ, ആ വാഹനത്തിൽ യാത്ര ചെയ്തിട്ട് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ യാത്ര എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അത്രയും റിസ്ക് പിടിച്ചിട്ടുള്ള, അവിടെ എന്താ പറയാ, നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് എത്തുമോന്ന് പോലും പറയാൻ പറ്റില്ല. അങ്ങനത്തെ യാത്രയാണ്, സാഹസിക യാത്ര. പത്രത്തിൽ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. സാഹസിക യാത്രയാണ്. ഫെബ്രുവരി 9-നാണ് മലപ്പുറത്ത് നിന്ന് ഷമീം യാത്ര ആരംഭിച്ചത്. കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഡൽഹി, ചണ്ഡീഗഡ് വഴിയാണ് ഹിമാചൽ പ്രദേശിലെ മഞ്ഞിന്റെ താഴ്വരയായ സ്പിതി വാലിയിലെത്തിയത്. തുടർന്ന് ഷിംല വഴി മണാലിയിൽ യാത്ര പൂർത്തിയാക്കി. 28-ന് തിരികെ കൽപ്പകഞ്ചേരിയിൽ എത്തിച്ചേർന്നു. കണ്ണൂർ സ്വദേശിയായ മുഹമ്മദ് ആഷിഖും ഷമീമിനൊപ്പം യാത്രയിൽ കൂടെയുണ്ടായിരുന്നു. അവിടുത്തെ ടെമ്പറേച്ചർ -20 മുതൽ -30 വരെ. കുടിക്കുന്ന വെള്ളം പോലും നൈസായിരുന്നു. വണ്ടിയുടെ ഹീറ്ററൊക്കെ ഓണാക്കിയിട്ടാണ് മെൽറ്റ് ചെയ്തിട്ടൊക്കെയാണ് കുടിക്കാതെ വെള്ളമൊക്കെ ഉപയോഗിക്കുന്നത്. ഈ കാസ റിസൾട്ട് അത്ര പ്രശ്നമല്ല. അപ്പൊ ഈ യാത്രയുടെ സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് തിരിച്ചു വരാൻ പറ്റും എന്നുള്ളത് ഒരു 4 വീട്ടിൽ പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറയാനേ നമ്മള് പറഞ്ഞേക്കില്ല. പക്ഷെ ചെയ്യണമെന്ന് വെറുതെ ധാരണ കൊണ്ടാണ്. ഇപ്പൊ അവിടെ ന്യൂസിലൊക്കെ കാണാൻ കൂടുതൽ വലിയ ഫ്ലഡ് നടക്കണം. അവിടെ മലകൾ ഇടിഞ്ഞിട്ടുണ്ട്, 43 റോഡുകൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ വഴി കൊടുത്തിട്ടൊക്കെയാണ് ഞങ്ങളിപ്പോൾ യാത്ര ചെയ്ത് തിരിച്ചു വന്നത്. അപ്പൊ ഒരു പക്ഷെ ഞങ്ങൾ പോകുന്ന അടുത്ത ദിവസങ്ങളാണ് ഉണ്ടായത്. ഇല്ലെങ്കിൽ ഞങ്ങൾ 2 ദിവസം ലേറ്റ് ആണെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിന് നമ്മൾ 2-3 ദിവസമൊക്കെ വാഹനത്തിൽ നിൽക്കാനും അതിനാവശ്യമായ ഭക്ഷണവും കാര്യങ്ങളും വെള്ളം മരുന്ന് നമ്മൾ ഒരു 6 മാസം മുന്നൊക്കെ നമ്മൾ ഹെൽത്ത് മാനസികമായിട്ടൊക്കെ നമ്മൾ ഇതിന് പ്രിപ്പയർ ചെയ്തു. എനിക്കിതില് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയതിന് കാരണം ആദ്യമായിട്ട് ഏഷ്യയിൽ ഇത്ര ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്തേക്ക് 84 വാഹനങ്ങൾ 3 ആളുകളുണ്ടായിരുന്നു. ഇവരൊരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കിട്ടിയത്. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സഹായിച്ചത് ഞാൻ ഒറ്റയ്ക്ക് പോകണമെങ്കിൽ റെക്കോർഡാവില്ല. ഒരുപാട് ആൾക്കാരെ യാത്ര ചെയ്താണ്. ഇത്രയും പേര് ഒരുമിച്ച് ഇത്രയും ക്രിട്ടിക്കലായിട്ടുള്ള സ്ഥലത്ത് ഒരുമിച്ച് യാത്ര ചെയ്തുകൊണ്ടാണ് ഈ റെക്കോർഡ് കിട്ടിയത്. അപ്പൊ ഇതിന്റെ ഒരു അൾട്ടിമേറ്റ് എന്നതിന്റെ ടീം വർക്കാണ്. ഈ ഒരുമിച്ച് 84 ആളുകൾ, പല ആളുകൾ പല വീട്ടിൽ നിന്ന്, പല സാഹചര്യത്തിൽ നിന്ന്, പല അമ്മയുടെ അച്ഛൻ്റെ അമ്മയുടെ മക്കൾ ഒരുമിച്ച് ഒരു ടീമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ ഈ ഒരു ടീം വർക്ക് ഉണ്ടെങ്കിൽ ലൈഫിൽ എന്തും നമുക്ക് ഏഷ്യ ബുക്ക് റെക്കോർഡ് എന്നല്ല, വേൾഡില് നമുക്ക് എന്തും സാധിക്കുന്നില്ല. നിങ്ങളും ടീം വർക്കൊക്കെ ആണെങ്കിൽ അതൊക്കെ സ്ഥാപനം നമ്മൾക്കും അവരും വളരും. സ്ഥാപനം വളർന്നു കഴിഞ്ഞാൽ നമുക്കും വളരാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു മെസ്സേജാണ് എനിക്ക് ഈ സമയത്ത് എനിക്കുള്ളത്. ഈ സാഹസിക യാത്രയിൽ കേരളത്തിൽ നിന്നും 10 വാഹനങ്ങളിൽ 20 പേരും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് 84 വാഹനങ്ങളിൽ 190 പേരുമാണ് പങ്കെടുത്തത്. ഹിമാചൽ പ്രദേശ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൗണ്ടൈൻ ഗോഡ്സ് എന്ന സാഹസിക ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു യാത്ര. കേൾട്ടൺ ഓഫ് റോഡ് ക്ലബ് മെമ്പർ കൂടിയാണ് ഷമീം. പവൻ ഗോൾഡ് പാർട്ണർമാരായ മസ്ഹർ അലി, ഹംസക്കുട്ടി, കമ്പനി സെക്രട്ടറി CS സുദീപ് ചന്ദനത്തിൽ, പവൻ ഗോൾഡ് മാനേജർ വിനു മേപ്പാടത്ത്, ജീവനക്കാർ തുടങ്ങിയവർ ആദരിക്കൽ ചടങ്ങിൽ പങ്കെടുത്തു. മലയാളം ടെലിവിഷൻ, മലപ്പുറം. മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ. പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും GSTയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം. ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ. ഓർഡർ ചെയ്ത് വെറും 3 ദിവസങ്ങൾക്കുള്ളിൽ. മിത്ര ഡയമണ്ട്സ്, മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം. മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ.